ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് 2025 സെപ്റ്റംബർ 16 കാണുകയുണ്ടായി. എല്ലാ ദിവസവും അടിയന്തര പ്രമേയം നടക്കുന്നുണ്ട്. നിയമസഭ കൂടിയാൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവരും. പ്രതിപക്ഷത്തിൻ്റെ അടിയന്തരത്തോടു കൂടി പ്രമേയം അവസാനിക്കും. ഇന്നും അങ്ങനെ തന്നെ തീർന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം അടിയന്തര പ്രമേയം അംഗീകരിച്ചില്ല. അത് ശബരിമലയിലെ ഈ അയ്യപ്പ സംഗമത്തെ മുൻനിർത്തിക്കൊണ്ട് അയ്യപ്പ സംഗമത്തെ അപമാനിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുകയാണ്, അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയത് മറച്ചു വെക്കാനാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. സ്വർണം അടിച്ചു മാറ്റിയത് കൊണ്ടാണ് നിയമസഭയിൽ ചർച്ച ചെയ്യാത്തത്. എല്ലാ ദിവസവും അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്ന സർക്കാരിന് ഇത് ചർച്ച ചെയ്യാൻ ധൈര്യമില്ലേ? ഇതാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗൂഢാലോചനയുടെ പിന്നിൽ ആര്? പ്രതിപക്ഷ നേതാവിൻ്റെ ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റ് മതി. പ്രതിപക്ഷ നേതാവ് വിചാരിച്ചത് ഈ കള്ളത്തരം പിടിക്കത്തില്ലെന്നാണ്, ഈ പോറ്റിയെ മുൻനിർത്തിയുള്ള ഈ കളി പിടിക്കത്തില്ലെന്നാണ്. ആദ്യമായിട്ട് ഈ കളി നടത്തിയവരോടൊരു നന്ദി പറയുകയാണ്. എന്താ നന്ദി എന്നറിയാമോ? ദേവസ്വം ബോർഡിൻ്റെ ഇതേവരെയുള്ള അതിൻ്റെ എല്ലാ കാണിക്കകളും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ നടക്കി വയ്ക്കപ്പെട്ട സ്വർണത്തിൻ്റെയും മറ്റു മുതലുകളുടെയും എല്ലാം രജിസ്റ്ററുകൾ, അവയുടെ സ്റ്റോക്ക് രജിസ്റ്ററുകൾ, ഇവയെല്ലാം ഒത്തുനോക്കി ദേവസ്വം ബോർഡിൻ്റെ പക്കൽ നിന്നും ഒരു തരി സ്വർണം, ഒരു തരി അതുമായി ബന്ധപ്പെട്ട അവിടെ ലഭിച്ച ഏതെങ്കിലും ഒരു കാര്യം കുറവ് വന്നിട്ടില്ല എന്ന് ശബരിമലയിലെയും ആറന്മുളയിലെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ട്രോങ് റൂമുകളുടെയും പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു. ആ ആത്മവിശ്വാസവുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അത്തരമൊരു പരിശോധനയ്ക്ക് സഹായകരമായി, സുതാര്യമായി, കളങ്കരഹിതമായി, അഴിമതിരഹിതമായി അയോധ്യയിൽ ബാബർ മസ്ജിദ് തകർത്തിട്ടുണ്ടാക്കി അമ്പലം പണിയാൻ പോയവർ സംഘപരിവാരം അയോധ്യയിൽ നടത്തിയ തട്ടിപ്പ് പോലെ, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി നടത്തിയ അഴിമതി പോലെ ഇവിടെ കേരളത്തിലെ LD സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡിൽ തെറ്റായ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞതിൽ ഈ വിവാദം ഒരു നിമിത്തമായി എന്നതാണ് യാഥാർത്ഥ്യം. 2, ഈ ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനായ കോൺഗ്രസിൻ്റെ പ്രകൃതിക്ക് ഈ കാര്യത്തിൽ മനസ്സിലായിട്ടുള്ളൂ എന്താ നടന്നതെന്ന്. നിങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ആദ്യം എന്താ നടന്നതെന്ന് മനസ്സിലാക്കണ്ടേ. 2019 ദ്വാരപാലക ശില്പത്തിൻ്റെ ഇരുഭാഗത്തുമുള്ള ചെമ്പുപാളികളിൽ സ്വർണം പൂശി, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളാണ്. എത്ര പവൻ സ്വർണം എടുത്തിട്ടുണ്ടാവും? കിലോയോ? ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 50 പവനിൽ താഴെയുള്ളൂ. 39, 40, 49 പവൻ അടുത്തേ ഉള്ളൂ എൻ്റെ ധാരണ. പരിശോധിച്ചോളൂ. 2, ഇത് ആരാണ് പൂശിയത്? ഒരു 10 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി കൊടുത്തുകൊണ്ട് ഒരു കമ്പനിയാണ്, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിച്ച കമ്പനിയാണ് അത് നിർമ്മിച്ച് അവിടെ സ്ഥാപിച്ചത്. 10 കൊല്ലക്കാലം അത് കേടുകൂടാതെ സംരക്ഷിക്കാനുള്ള, അതിലെന്തെങ്കിലും കേട് വന്നാൽ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വ സഹിതം അവരാണത് കൊണ്ടുവച്ചത്. കാണിക്ക വെച്ചപ്പോൾ എന്ത് ചെയ്തു? നടക്കി വെച്ചത് ദേവസ്വത്തിൻ്റെ രജിസ്റ്ററെ കയറ്റി അവിടെ സ്ഥാപിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു ദേവസ്വം ബോർഡ്? രേഖയിൽ അതുണ്ട്. പക്ഷേ അവിടെ 2 കാര്യം സംഭവിക്കും. 1, ആളുകൾ നാണയം എറിയും. 2, എന്താ സംഭവിക്കുക? രണ്ടാമത്തെ സംഭവിക്കുന്നത്, അവിടെ നമ്മുടെ ശ്രീകോവിലിൽ നിന്ന് പായസമോ മറ്റു പാത്രങ്ങളൊക്കെ പുറത്തെടുക്കുമ്പോൾ വിത്ത തട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കേടുവരും. കേടുവന്നത് കൊണ്ടുപോകണം. 2023 അതിനെക്കുറിച്ച് നിർദ്ദേശം വരുന്നത്. അപ്പം ഇത് നിർമ്മിച്ച ആളിനോട്, സ്ഥാപിച്ച ആളുകളോട് നിങ്ങളുടെ ഗ്യാരണ്ടിയുള്ള കാര്യമാണ്, നിങ്ങൾ കൊണ്ടുപോയി തീർത്ത് തരികയും ചോദിച്ചു. കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സഹിതം മകസറുണ്ടാക്കി വീഡിയോ സഹിതം, കോടതിയിൽ നിന്ന് വീഡിയോ കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാത്തിനും വീഡിയോ ഉണ്ട്, ആ വീഡിയോ സഹിതം അത് കൊടുത്തുവിട്ടു. പക്ഷേ ഒരു അബദ്ധം പറ്റി. അബദ്ധം എന്താ പറ്റിയത്? സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് ഇപ്പോൾ സ്ഥലം മാറി വന്ന ഈ ഘട്ടത്തിൽ വന്ന ഉദ്യോഗസ്ഥന് ഇത് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചിട്ടേ കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിവില്ലായിരുന്നു. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോടതിക്കത് മനസ്സിലായി. അതുകൊണ്ട് കോടതി പറഞ്ഞു, നിങ്ങൾ ശരിയാക്കിയിട്ട് കൊണ്ട് സ്ഥാപിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയട്ടെ,
ഇത് ഭക്തനായ ഒരാൾ ഇവിടെ കൊടുത്തത് ഒരു തരത്തിലും കുറവില്ലാതെ രേഖകളിൽ തെളിയിക്കപ്പെട്ട പോലെ അവിടെ ഉണ്ട്. അത് സ്വർണം പൂശിയതാണ്. ചെമ്പാണതിൽ കൂടുതൽ, ഏതാണ്ട് 10-46 എത്രയോ കിലോ ചെമ്പുണ്ടാവും. 10-49 പോയിന്റ് സ്വർണം അതിൽ പൂശി. സുരേഷ് ഗോപി ചെമ്പ് കിരീടം കൊടുത്തിട്ട് അവസാനം സംഭവിച്ചതെന്താണല്ലോ, ചെമ്പുമേൽ സ്വർണം പൂശിയതാണോ, സ്വർണത്തിൽ ചെമ്പ് പൂശിയതാണോ എന്ന് സംശയം തോന്നിയ പോലെ സംശയവും തോന്നണ്ട, ഇത് ചെമ്പുമേൽ സ്വർണം പൂശുന്ന പരിപാടിയായിരുന്നു. അത്രയാണ് ആ ഭക്തൻ നടക്കി വെച്ചത്. രേഖ എവിടെയുണ്ട്?